ഇൻഷാ അല്ലാഹ് 4ാം ക്ലാസ്സിൽ പ്രിയപ്പെട്ട കുട്ടികളെ 16ാമത്തെ പാഠം ഫിഖ്ഹിലെ 16ാമത്തെ പാഠത്തിന്റെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്വലാത്തുൽ ജമാ. ഈ പാഠത്തിൽ നമുക്ക് ഒരുപാട് പോയിന്റ് പഠിക്കാനുണ്ട്. നല്ലോണം മനസ്സിലാക്കി പഠിക്കേണ്ട കുറെ പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ഈ പാഠത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനും സാധ്യത ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ്, 5 വക്ത് നിസ്കാരം സംഘടിതമായി, എന്ത് സംഘടിതമായി എന്ന് പറഞ്ഞാല് ജമാഅത്തായിട്ട് അല്ലെ, ഒരുമിച്ച് നിർവഹിക്കൽ പുരുഷന്മാർക്ക് ശക്തമായ സുന്നത്താണ്. അപ്പൊ ഇവിടെ ചോദ്യം, പുരുഷന്മാർക്ക് ജമാഅത്ത് നിസ്കാരം എന്താണ്? ഫർള്, സുന്നത്ത്, ശക്തമായ സുന്നത്ത്. ഏതാ ശരി? ശക്തമായ സുന്നത്താണ്. ശക്തമായ സുന്നത്താണ്. എന്താണ് ശക്തമായ സുന്നത്ത്? സംഘടിതമായി നിർവഹിക്കൽ. എന്ത് സംഘടിതമായി എന്ന് പറഞ്ഞാൽ ജമാഅത്തായിട്ട്. ജമാഅത്തായിട്ട് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നിസ്കരിക്കുക. അപ്പൊ 5 വക്ത്, അതാ ആ 5 വക്ത് നിസ്കാരം സംഘടിതമായി നിർവഹിക്കൽ പുരുഷന്മാർക്ക് ശക്തമായ സുന്നത്താണ്. രണ്ടാമത്തെ ചോദ്യം, ജമാഅത്ത് നിസ്കാരം ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ എത്ര പുണ്യമുണ്ട്? എത്രയാണ്? 27 ഇരട്ടി ശ്രേഷ്ഠതയാണ്. എത്ര? 27 ഇരട്ടി ശ്രേഷ്ഠത. അപ്പൊ ചോദ്യം, 27 ഇരട്ടി ശ്രേഷ്ഠതയാണ് അതിനുള്ളത്. ഏതിനാണ്? ജമാഅത്ത് നിസ്കാരത്തിന്. അടുത്ത ചോദ്യം, ഒറ്റക്കുള്ള നിസ്കാരത്തെക്കാൾ ജമാഅത്ത് നിസ്കാരത്തിന് എത്ര ഇരട്ടി ശ്രേഷ്ഠതയാണ്? 27 ഇരട്ടി ശ്രേഷ്ഠതയാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ചുരുങ്ങിയ ജമാഅത്ത് ഏത്? എന്താണ്? ഒരു ഇമാമും ഒരു മഅ്മൂമും. എന്താ മഅ്മൂം എന്ന് പറഞ്ഞാല്? ഒരാൾ നിസ്കരിക്കുക, അയാൾ അടുത്ത് പോയിട്ട് അയാളെ ബാക്കിൽ അയാൾ നിസ്കരിക്കുന്ന പോലെ അയാൾ ഒപ്പം നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിക്കുന്ന ആൾക്കാണ് എന്ത് പറയുക? മഅ്മൂം എന്ന് പറയുക. അപ്പൊ ജമാഅത്ത് നിസ്കാരത്തിൽ നമ്മൾ പള്ളിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു പള്ളിയിൽ ഉസ്താദ് മുമ്പിലുണ്ടാവും, അതിന്റെ ബാക്കിൽ കുറെ ആളുകൾ ഉണ്ടാവും. ഈ ബാക്കിലുള്ള ആളുകൾക്ക് എന്താ പറയുക? മഅ്മൂം. മുന്നിലുള്ള ഉസ്താദിന് എന്താ പറയാ? ഇമാമ്. അപ്പൊ ഒരു ഇമാമും ഒരു മഅ്മൂമും ഉണ്ടായാൽ ഏറ്റവും ചുരുങ്ങിയ ജമാഅത്തായി. അപ്പൊ ഏറ്റവും ചുരുങ്ങിയ ജമാഅത്തായി ഏത്? എപ്പോൾ? ഒരു ഇമാമും ഒരു മഅ്മൂമും ഉണ്ടായാൽ. പഠിച്ചു. കുറെ ആളുകൾ വേണോ? ഉണ്ട്. അപ്പോൾ ജമാഅത്ത് നിസ്കാരത്തിന് ഏറ്റവും ചുരുങ്ങിയ എത്ര ആൾ മതി? 2. അടുത്തത്, ആളുകൾ കൂടുതലുള്ള ജമാഅത്തിന് കൂടുതൽ പുണ്യമുണ്ട്. അപ്പൊ കൂടുതൽ പുണ്യമുള്ള ജമാഅത്ത് ഏതെന്ന് ചോദിച്ചാൽ ആളുകൾ കൂടുതലുള്ള ജമാഅത്ത്. അടുത്ത, ആളുകൾ കൂടുതലുള്ള ജമാഅത്തിന് കൂടുതൽ ഡാഷ് എന്താ? പുണ്യമുള്ളത്. എങ്ങനെ പുണ്യമുള്ളത് എഴുതാൻ പഠിക്കുക. പുണ്യമുള്ളത്. അടുത്തത്, ജമാഅത്തിന്റെ പ്രതിഫലം ലഭിക്കാൻ ഇമാമിന്റെ സലാമിന് അല്പം മുമ്പെങ്കിലും തുടരണം. ചോദ്യം, ജമാഅത്ത് ലഭിക്കാൻ എന്ത് ചെയ്യണം? അങ്ങനെ ചോദ്യം വരിക. എന്താ ചെയ്യേണ്ടത്? ജമാഅത്തിന്റെ പ്രതിഫലം ലഭിക്കാൻ എന്ത് ചെയ്യണം? ഇമാമിന്റെ സലാമിന്, എന്ത് സലാം പറഞ്ഞാൽ ഇമാം ഇങ്ങനെ വലതു ഭാഗത്തേക്ക് തല തിരിച്ചിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അങ്ങനെ തല തിരിച്ചു വരെ, അതിന് മുമ്പ് ഇമാമിന്റെ സലാമിന് അല്പം മുമ്പെങ്കിലും തുടരണം. ഇനി മസ്ബൂക്ക്. എന്താ ഈ മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ? വൈകി തുടർന്നവൻ. റക്അത്ത് ലഭിക്കാൻ ഇമാമിനോടൊപ്പം തുമഇനീനത്തോട് റുകൂ കിട്ടിയെന്ന് ഉറപ്പാക്കണം. ചോദ്യതാണ്, മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? വൈകി തുടർന്നവൻ. എന്താ വൈകി തുടരുക എന്ന് പറഞ്ഞാൽ? അതായത് ഇമാമ് നിസ്കാരം തുടങ്ങുമ്പോ അയാളില്ല അവിടെ, പിന്നീട് അയാൾ വന്നതാണ്. അപ്പൊ ഇമാമ് റുക്കൂയിലേക്ക് പോയിട്ടോ, അല്ലെങ്കിൽ ഇമാമ് റുക്കൂയിൽ നിന്ന് എണീറ്റ് എത്തിയപ്പോഴോ, അല്ലെങ്കിൽ 2ാമത്തെ റക്അത്തിലോ 3ാമത്തെ റക്അത്തിലോ എപ്പോഴെങ്കിലും അവിടെ വന്ന് തുടർന്ന ആളാണ്. അയാൾക്കാണെന്ന് പറയുക മസ്ബൂക്ക്, വൈകി തുടർന്ന ആള്. അപ്പൊ അയാൾക്ക് റക്അത്ത് ലഭിക്കാൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇമാമോട് കൂടെ ഒരു റക്അത്ത് ലഭിക്കാൻ ഇമാമിനോടൊപ്പം തുമഇനീനത്തോടെ റുക്കൂഴ് കിട്ടിയെന്ന് ഉറപ്പാക്കണം. എന്താ പറഞ്ഞത്? അതായത് ഇമാമ് റുക്കൂയിലേക്ക് പോകുമ്പോ ബാക്കിലുള്ള ആളും റുക്കൂയിൽ എത്തണം. എന്നിട്ടോ ഇമാമിനോടൊപ്പം കുറച്ചു നേരം തുമഇനീനത്ത് അടങ്ങി താമസിക്കുക. അതിന്റെ സമയം എന്ത് ചെയ്യണം? ഇമാമിനോടൊപ്പം കിട്ടണം. അപ്പൊ ഇനി ഒരാള് ഇമാമ് റുക്കൂയിൽ നിന്ന് എണീറ്റു, അപ്പോഴാണ് ഞാൻ വന്നിട്ട് ഈ ഇമാമിന്റെ ബാക്കിൽ റുക്കൂയിലേക്ക് പോകുന്നത്. ഞാൻ ഈ റുക്കൂയിലേക്ക് എത്തിയപ്പോഴേക്ക് ഇമാം എണീറ്റ് പോന്നു. എന്നാൽ എനിക്ക് ആ റക്അത്ത് കിട്ടിയോ? ഇല്ല. അപ്പൊ ഞാൻ ഇമാമ് സലാം വീട്ടിയിട്ട് എന്ത് ചെയ്യണം? വീണ്ടും എണീറ്റ് നിസ്കരിക്കണം. ആ റക്അത്ത് നമുക്ക് എന്തായിട്ട് കൂട്ടൂല? ഒരു റക്അത്തായിട്ട് കൂട്ടൂല. അപ്പൊ ഒരു റക്അത്ത് കൂട്ടണമെങ്കിൽ എന്ത് വേണം? ഇമാമിനോടൊപ്പം തുമഇനീനത്തോടെ റുക്കൂഴ് കിട്ടിയെന്ന് ഉറപ്പാക്കണം. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം കേട്ടോ.
അടുത്ത തുടരിൽ കറാഹത്തുള്ളവർ ആരെല്ലാം? ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, വരും എന്ന സാധ്യത 100% ഉറപ്പുണ്ട്. എന്താണ്? മുബ്തദി, ഫാസിഖ്, എന്താണ്? പുത്തൻവാദി, നടപ്പുകാരൻ, അർത്ഥം വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ തുടരിൽ കറാഹത്തുള്ളവർ ആര്, തുടരിൽ സഹീഹാകാത്തവർ ആര്, പിന്നെ അങ്ങനൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ തുടരിൽ കറാഹത്തുള്ളവർ ആരൊക്കെയാണ്? 2 ആളുകൾ, മുബ്തദി, പുത്തൻവാദി. എന്താ പുത്തൻവാദി പറഞ്ഞാല്? നമ്മളെ നാട്ടിൽ സലഫികളില്ലേ, സലഫി, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ്, അങ്ങനത്തെ ആളുകൾ ഉണ്ടാവില്ലേ, അവരോട് തുടരാൻ പാടില്ല, അത് കറാഹത്താണ്. അതുപോലെ ഫാസിഖ്, ഫാസിഖ് എന്ന് പറഞ്ഞാൽ എന്താ? ദുർനടപ്പുകാരൻ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളോടൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല, നമ്മൾ തുടരാൻ പറ്റൂല, അതൊക്കെ എന്താണ്? കറാഹത്താണ്. അടുത്ത് ജമാഅത്ത് സഹീഹാകാനുള്ള ഷർത്തുകൾ. എന്താ സഹീഹാക എന്ന് പറഞ്ഞാൽ? ജമാഅത്ത് ശരിയാവണം. അപ്പൊ ജമാഅത്ത് ശരിയാവാൻ എത്ര ഷർത്തുണ്ട്? 8 ഷർത്തുണ്ട്. ഇവിടെ 4 അപ്പുറത്ത് 4 8 ഷർത്തുണ്ട്. അല്ലാ, ഈ 8 ഷർത്തുകൾ പാലിച്ചാൽ മാത്രമേ ജമാഅത്ത് എന്താവുള്ളൂ? ശരിയാവുള്ളൂ. വളരെ സിമ്പിളാണ്. ഇമാമിനോട് തുടർന്നു എന്ന് കരുതുക, അത് കരുതണം. അപ്പൊ നമ്മൾ ഒരു ഇമാമിന്റെ ബാക്കിൽ നിസ്കരിക്കുമ്പോൾ ഞാൻ ആ ഇമാമിനോട് തുടരുന്നു എന്ന് എന്ത് ചെയ്യണം? നമ്മൾ കരുതണം. രണ്ടാമത്തത് മഅ്മൂമ് ഇമാമിനേക്കാൾ മടമ്പ് കൊണ്ട് മുന്നിലാവരുത്. എന്താ പറഞ്ഞത്? നമ്മൾ ഇമാം ഉണ്ടല്ലോ, നമ്മൾ ഇമാം ഇത് അവിടെ നിൽക്കണം. ഇതാണ് നമ്മളെ ഇമാം കേട്ടോ, കണ്ടില്ല എല്ലാവരും? നമ്മളെ ഇമാമാണിത്. ഇതാണ് മഅ്മൂമ്. മഅ്മൂമിന്റെ കാലും പിന്നെ ഇമാമിന്റെ കാലും ഇങ്ങനെ ഒപ്പായി നിൽക്കുക, കണ്ടോ? 2 ആളും ഇങ്ങനെ ഒപ്പം നിൽക്കുക, ഇത് പറ്റൂല. അതുപോലെ ഈ പേനയാണ് ഇപ്പൊ നമ്മളെ ഇമാം കേട്ടോ, വിരലാണ് മഅ്മൂമ്. എന്നിട്ട് മഅ്മൂം എന്ത് ചെയ്യുക? ഈ ഇമാമിനെക്കാളും മുന്നിൽ നിൽക്കുക, അങ്ങനെ പറ്റൂല എന്നാ പറയുന്നത്. ഇമാമിനോട് തുടർന്ന് മഅ്മൂം ഇമാമിനേക്കാൾ മടമ്പ് കൊണ്ട് മുന്നിലാവാതിരിക്കണം. ഒപ്പം നിൽക്കലല്ല, മുന്നിലാവാതിരിക്കണം. മുന്നിലായ പ്രശ്നമാണ്. അടുത്ത് ഇമാമിന്റെ മുന്നിലായാൽ എന്താണ്? നിസ്കാരം ജമാഅത്ത് ശരിയാവില്ല. അടുത്ത് ഇമാമിന്റെ നീക്കങ്ങൾ മഅ്മൂം അറിയണം. അതായത് ഇമാം റുക്കൂയിലേക്ക് പോകുന്നത് മഅ്മൂം അറിയണം. എങ്ങനെ അറിയാ? ഇമാമിനെ ചിലപ്പോൾ കാണും, അല്ലെങ്കിൽ കാണുന്നില്ലെങ്കിലോ പള്ളിയിൽ മൈക്ക് ഉണ്ടാവില്ല, മൈക്കിലൂടെ ശബ്ദം കേൾക്കും, ഇമാം റുക്കൂയിലേക്ക് സമീഅ അല്ലാഹു ലിമൻ ഹമിദ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാവില്ല. അങ്ങനെ അപ്പൊ ഇമാമിന്റെ നീക്കങ്ങൾ മഅ്മൂം അറിയണം. 4മത്തെ ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്തായിരിക്കണം. അതായത് ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്തായിരിക്കണം. ഇമാമ് പിന്നെ എന്താണ്? ഇമാമ് കോഴിക്കോടും മഅ്മൂമും കണ്ണൂരും അങ്ങനെ ആകാൻ പറ്റുമോ? പറ്റൂല. രണ്ടും അടുത്തടുത്തായിരിക്കണം എന്നർത്ഥം. പിന്നെ ഒരു സ്ഥലത്തായിരിക്കണം. അടുത്ത ഫിഅലിയായ 2 പൂർണ്ണ ഫർള് കൊണ്ട് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം കാരണമില്ലാതെ പിന്താതിരിക്കൽ. എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ? ഞാൻ പറയാം. ഫിഅലിയായ എന്ന് പറഞ്ഞാൽ എന്താ? ഫിഅലിയായ എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങൾ. അതായത് നമ്മളെ നിസ്കാരത്തിൽ കൗലിയുണ്ട് ഫെയിലിയുണ്ട്. ഫാത്തിഹ അതിൽ കൗലിയാണ്, ഫെയിലി പറഞ്ഞാൽ ചെയ്യുന്നത്. അപ്പോൾ ഫെയിലിയായ 2 പൂർണ്ണ ഫർള്, പൂർണ്ണമായ ഫർള്, കസീറായ ഫർളുണ്ട്, പിന്നെ കസീർ അല്ലാത്ത ഫർളുണ്ടല്ലോ അല്ലെ. പൂർണ്ണ ഫർള് കൊണ്ട് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം കാരണമില്ലാതെ പിന്താതിരിക്കൽ. അങ്ങനെ പിന്തി, അതായത് ഇമാമ് കുറേ മുമ്പിലെത്തി, മഅ്മൂം എപ്പോഴും ബാക്കിൽ തന്നെ. അങ്ങനെ ബാക്കിലായ, മനഃപൂർവ്വം ബാക്കിലായ നിസ്കാര ജമാഅത്ത് എന്താവില്ല? ശരിയാവില്ല. അതുപോലെ ഇവിടെ പറഞ്ഞ അതേപോലെ തന്നെ ഫീലിയായ പൂർണ്ണമായ 2 ഫർള് കൊണ്ട് അറിഞ്ഞും മനഃപൂർവ്വമായും ഇമാമിനേക്കാൾ മുൻകടക്കാതിരിക്കൽ. ഇവിടെ കാരണമില്ലാതെ പിന്താതിരിക്കൽ, ഇവിടെ മുൻകടക്കാതിരിക്കൽ. രണ്ടും ഫസ്റ്റ് വരി ഒരേപോലെ തന്നെ കേട്ടോ. ഇവിടെ ഇമാമിനേക്കാൾ എന്ത് ചെയ്യാൻ പാടില്ല? മുൻകടക്കാൻ പാടില്ല. അതായത് ഇമാമിനെ ഓവർടേക്ക് ചെയ്യുക. ഇമാമ് ഫാത്തിഹ ഓതിയിട്ട് ഇമാം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്? മഅ്മൂമ് റുകൂഉം ഇത്തിദാലും സുജൂദും ഇടയിലെ ഇരുത്തൊക്കെ കഴിഞ്ഞ് നേരെ മേലോട്ട് വന്ന്. അങ്ങനെ പറ്റുമോ? പറ്റൂല. അടുത്തത് കാരണമുണ്ടായാലും ഫീലിയായ പിന്നെ 3ലധികം ദീർഘ ഫർളുകൾ കൊണ്ട് ഇമാമിനേക്കാൾ പിന്താതിരിക്കൽ. കാരണത്തോടു കൂടി പിന്താം, പക്ഷെ കാരണം ഇല്ലാതെ പിന്തലാണ് നിസ്കാരം ജമാഅത്ത് ശരിയാവാത്തത്. ഇനി കാരണമുണ്ടായാൽ പിന്ത, പക്ഷെ അതെന്ത് ചെയ്യാൻ പാടില്ല? ദീർഘ ഫർളുകളെക്കാൾ എന്താ പാടില്ല? ബാക്കിലാവാൻ പാടില്ല. 3 3
3 3 ദീർഘ ഫർളിനേക്കാളും എന്ത് ചെയ്യാൻ പാടില്ല, അപ്പുറത്തേക്ക് ആവാൻ പാടില്ല. അടുത്തത് എന്താണ്? സഹ്വിന്റെയോ തിലാവത്തിന്റെയോ സുജൂദ്, 1-ാം അത്തഹിയ്യാത്ത് മുതലായവയിൽ ഇമാമിനോട് എതിരാകാതിരിക്കൽ. എങ്ങനെ എതിരാവാന്ന് പറഞ്ഞാൽ, ഇമാമ് എന്ത് ചെയ്തു, 1-ാം അത്തഹിയ്യാത്തിന് വേണ്ടി ഇരുന്നു. ഇപ്പൊ മഅ്മൂം എന്ത് ചെയ്യാ, എനിക്ക് അതിനൊന്നും ആവില്ല എന്ന് വിചാരിച്ചിട്ട് ഓൻ എണീറ്റ് 3-ാം റക്അത്തിലേക്ക് പോയി. അങ്ങനെ ചെയ്താൽ എന്താവും, ജമാഅത്ത് ശരിയാവൂല. അതുപോലെ ഇമാമ് ഖുർആൻ ഓതുമ്പോൾ സുജൂദ് ചെയ്യാൻ പോയി. തിലാവത്തിന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുമ്പോൾ ഉള്ള സുജൂദാണ്. അങ്ങനെ ഖുർആൻ ഓതുമ്പോൾ സുജൂദിലേക്ക് പോകുമ്പോൾ ആ ഇമാമ് സുജൂദിക്ക് പോയി. പക്ഷെ മഅ്മൂം ഇതെന്തപ്പ സുജൂദ്, ഇമാമിന് ഇഷ്ടം പോലെ അങ്ങനെ സുജൂദ് ചെയ്യല, എന്നെ അതിന് കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് മഅ്മൂം അവിടെ തന്നെ നിന്ന് ഇമാമ് സുജൂദ് പോയി. എന്നാലും ജമാഅത്ത് ശരിയാവൂല, അതാ പറയുന്നത്. മനസ്സിലായില്ലേ? അത് തുടർച്ച സഹീഹാകാത്തവർ, അതായത് ഈ താഴെ പറയുന്ന 3 ആളുകളോട് തുടർന്ന് എന്താവൂല, ആ തുടരൽ ജമാഅത്ത് ശരിയാവൂല. തൻ്റെ വിശ്വാസപ്രകാരം നിസ്കാരം ബാത്തിലാണ്. അതായത് നമ്മളെ മുമ്പിൽ നിൽക്കുന്ന ഇമാമ് ഓൻ്റെ നിസ്കാരത്തിൽ ഓൻ്റെ തുണിക്കൊരു ഓട്ടുണ്ട്. അപ്പൊ എൻ്റെ വിശ്വാസപ്രകാരം ആ തുണിക്ക് ഓട്ടുണ്ടായതുകൊണ്ട് ഓൻ്റെ നിസ്കാരം എന്താവില്ല, ശരിയാവില്ല. അപ്പൊ അവനോട് തുടരാൻ പറ്റുമോ? പറ്റൂല. മറ്റൊരാളോട് തുടരുന്നവൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെന്നപ്പോൾ അവിടെ ഒരു ജമാഅത്ത് നടക്കുന്നുണ്ട്, നമ്മൾ പള്ളിയിലേക്ക് കയറി, അപ്പോൾ അവിടെ ഉസ്താദും പിന്നെ ബാക്കിൽ കുറെ ആളുകൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, തുടർന്നിട്ട് അവിടെ ഉസ്താദിന്റെ ബാക്കിലുള്ള ഒരാളെ പോയിട്ട് തോണ്ടിയിട്ട് അയാളോട് കൂടെ തുടരുക. അങ്ങനെ തുടരാൻ പറ്റുമോ? പറ്റൂല, അതാ പറയുന്നത്. അടുത്ത് ഓതാൻ അറിയാത്തവൻ, മഅ്മൂമും അവനെ പോലെയാകാണെങ്കിൽ തുടരാം. അതായത് ഓതാൻ അറിയാത്ത ആൾ പറഞ്ഞാൽ ഫാത്തിഹ ഓതാൻ അറിയില്ല, അവന് ഫാത്തിഹയിൽ കുറെ തെറ്റുണ്ട്, ചില ആളുകൾക്ക് കൈന് ഓതാൻ അറിയില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ. അങ്ങനത്തെ ആളോട്, അത് ഓതാൻ അറിയുന്ന ആളെന്ത് ചെയ്യാൻ പാടില്ല, തുടരാൻ പാടില്ല. ഇനി നമ്മൾ ചോദ്യോത്തരങ്ങൾ നോക്കുക, വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ജമാഅത്ത് നിസ്കാരത്തിന്റെ വിധി എന്താണ്? ശക്തമായ സുന്നത്ത് പുരുഷന്മാർക്ക്. അടുത്ത ജമാഅത്ത് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത എത്രയാണ് ജമാഅത്ത് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത? 27 ഇരട്ടി. ചുരുങ്ങിയ ജമാഅത്ത് ഉണ്ടാവാൻ ആരെല്ലാം വേണം? ഒരു ഇമാമും ഒരു മഅ്മൂമും. തുടരിൽ കറാഹത്തുള്ളവർ ആരാണ്? മുബ്തദിഅ്, ഫാസിഖ്. അറബിയും പഠിക്കുക, മലയാളം പഠിക്കുക. പുത്തൻവാദി, ദുർനടപ്പുകാരൻ. അടുത്തത്, ചിലരോടുള്ള തുടർച്ച സഹിയാവുകയില്ല. ആരാണ് അവരാരാണ്? 3 ആളുകളാണ് സഹിയാവാത്ത. ആരൊക്കെ? തൻ്റെ വിശ്വാസപ്രകാരം നിസ്കാരം ബാത്തിലായവർ, മറ്റൊരാളോട് തുടരുന്നവൻ, ഓതാൻ അറിയാത്തവൻ. അടുത്തത്, ജമാഅത്ത് സഹിയാകാനുള്ള 5 ഷർത്തുകൾ ഏതൊക്കെയാണ്? ജമാഅത്ത് സഹിയാകാൻ 8 ഷർത്തുണ്ട്, 5 ഷർത്താണ് പറയാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പഠിച്ചാൽ മതി. ഒന്നെന്താ? ഇമാമിനോട് തുടർന്നു എന്ന് കരുതൽ. പിന്നെ ഇമാമിന്റെ നീക്കങ്ങൾ മഅ്മൂമ് അറിയൽ. ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്തായിരിക്കൽ. പിന്നെ മഅ്മൂമ് ഇമാമിനേക്കാൾ മടമ്പ് കൊണ്ട് മുന്താതിരിക്കൽ. ഇത് 4 എളുപ്പമുള്ളത്, ചെറുതാണ്. ഇനി ഇവിടെ എളുപ്പമുള്ളത് നോക്കാം. സഹ്വിന്റെയോ തിലാവത്തിന്റെയോ സുജൂദ്, 1-ാം അത്തഹിയ്യാത്ത് മുതലായവയിൽ ഇമാമിനോട് എതിരാവൽ. ഈ 5 പഠിച്ചാൽ മതി. മറ്റേ 3 കുറച്ച് കടുപ്പുള്ളതാണ്. എളുപ്പമുള്ളതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കട്ടോ. അടുത്ത്, ജമാഅത്ത് ലഭിക്കാൻ എന്ത് ചെയ്യണം? ദബടണ്ടേ, ഇമാമിന്റെ സലാമിന് അല്പം മുമ്പെങ്കിലും തുടരണം. അതാണ് അതിന്റെ ഉത്തരം. അടുത്തത്, ജമാഅത്ത് മസ്ബൂക്കിന് ആ റക്അത്ത് ലഭിക്കാൻ എന്ത് വേണം? മസ്ബൂക്കിന് റക്അത്ത് ലഭിക്കാൻ എന്താ വേണ്ടത്? വൈകി തുടർന്നവർ റക്അത്ത് ലഭിക്കാൻ ഇമാമിനോടൊപ്പം തുമഇനീനത്തോടെ റുക്കൂ കിട്ടിയെന്ന് ഉറപ്പാക്കണം. എന്താണ്? ഇമാമിനോടൊപ്പം തുമഇനീനത്തോടെ റുക്കൂ കിട്ടിയെന്ന് ഉറപ്പാക്കണം. അടുത്തത്, താഴെയുള്ളവ സഹീഹല്ല, കാരണം എന്ത്? ഇപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ഈ പാഠത്തുനിന്ന് വരാൻ സാധ്യത 100% ഉറപ്പുണ്ട്. കാരണം ഇവിടെ തദ്രീബാത്തിൽ എങ്ങനെ ചോദ്യം വന്നോ അവിടെ അതേപോലെയാണ് പരീക്ഷയ്ക്ക് വരിക. മറ്റൊരു സ്ഥലത്തുള്ള ഇമാമിനെ TV-യിൽ കണ്ടുകൊണ്ട് തുടരൽ പറ്റുമോ? പറ്റൂല. എന്താ കാരണം? ഒരേ സ്ഥലത്തായിരിക്കണം. അപ്പൊ ഇത് സഹിയല്ല. എന്താ കാരണം? ഷർത്ത് പാലിച്ചിട്ടില്ല. എന്താണ് ഷർത്ത്? ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്തായിരിക്കണം. അതുണ്ടായിട്ടില്ല. അടുത്ത, ഇമാമിന് മുമ്പേ റുകൂഉം ഏത്തിദാലും കഴിഞ്ഞ് സുജൂദിലേക്ക് പോകുന്നു. ഇമാമ് എവിടെ ഉള്ളത്? ഇമാമ് ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുകയാണ്.
പക്ഷെ ഇമാമിന് മുമ്പേ ഇവന് പോയി, റുക്കൂഉം എഴുത്തിദാലും കഴിഞ്ഞ് സുജൂദിലേക്ക് എത്തി. റുക്കൂഉം കഴിഞ്ഞു, എഴുത്തിദാലും കഴിഞ്ഞു, സുജൂദിലേക്ക് എത്തി. അപ്പൊ എന്തായി? നമ്മൾ പറഞ്ഞ ഒരു ഷർത്ത് ഇവിടെ നഷ്ടപ്പെട്ടു. 2 പൂർണ്ണ ഫർള് കൊണ്ട് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം കാരണമില്ലാതെ മുൻകടന്നു അല്ലേ? പൂർണ്ണമായ 2 ഫർള് കൊണ്ട് അറിഞ്ഞും മനഃപൂർവ്വവും എന്ത് ചെയ്തു? ഇമാമിനേക്കാൾ മുൻകടന്നു. മുൻകടക്കാതിരിക്കണം, പക്ഷെ മുൻകടന്നു, അതാണ് കാരണം. അടുത്തത്, ഇമാമ് സഹ്വിന്റെ സുജൂദ് ചെയ്യുന്നു, മഅ്മൂമ് ചെയ്യാതിരിക്കുന്നു. അത് നമ്മൾ ലാസ്റ്റത്തെ പഠിച്ചു. സഹ്വിന്റെയോ തിലാവത്തിന്റെയോ സുജൂദ് ഒന്നാമത്തെ തഹിയ്യാത്ത് മുതലായവ ഇമാമിനോട് എതിരാകാതിരിക്കൽ, എതിരായി, അതുകൊണ്ടാണ് നിസ്കാരം ജമാഅത്ത് ശരിയാവാത്തത്, ജമാഅത്ത് സഹീഹല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനത്തെ ചോദ്യം വരും. എല്ലാവരും നന്നായി പഠിക്കുക ഈ പാഠം. അസ്സലാമു അലൈക്കും.